എന്ന് പറയുമ്പോൾ നമുക്കറിയാം യേശുക്രിസ്തുവിനാൽ രക്തത്താൽ വീണ്ടെടുത്ത് വേർതിരിക്കപ്പെട്ടതാണ് സഭ. ആ സഭയിലെ അംഗങ്ങൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ചെന്നെത്തും. അപ്പോൾ ആ ദൈവം വരുന്നത് കാണും. അവർ ഒരുങ്ങിയിരിക്കുന്നവരുടെ കണ്ണുകളിലാണ് ആദ്യം യേശുക്രിസ്തു വരുന്നത് കാണുന്നത്. അത് മരിച്ചവരായാലും അവരുടെ കാതുകളിൽ ധ്വനി മുഴങ്ങും. അപ്പോൾ അടുത്ത 27-ാമത്തെ വചനത്തിൽ കാണുന്നു, അന്ന് അവൻ തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ വൃതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിൻ്റെ അറുതി വരെയും 4 ദിക്കുകളിൽ നിന്നും കൂട്ടും. അപ്പോൾ ഇവിടെ വൃതന്മാർ എന്ന് പറയുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ദൂതന്മാരയച്ച് ഭൂമിയുടെ ഒരറ്റത്തിൽ നിന്ന് ആകാശത്തിൻ്റെ അറ്റം വരെയും അങ്ങനെ അറുതി വരെ സകല സ്ഥലങ്ങളിൽ നിന്നും തന്നാൽ വേർതിരിക്കപ്പെട്ടവരെ തൻ്റെ ദൂതന്മാരെ അയച്ച് തന്നോടുകൂടെ ചേർത്ത് കൊള്ളപ്പെടും എന്ന് പറയപ്പെടുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ദൈവവചനം ഇത്ര സ്പഷ്ടാംഗമായി പറയുമ്പോൾ നാം